നമസ്കാരം, ആർക്കിടെക്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കാറില്ലാത്ത പലരുടെയും വീട്ടിൽ കാർ പോർച്ച് ഉണ്ടാകുമെന്നത്. വീടിൻ്റെ ഡിസൈൻ്റെ ഭാഗമായി കാർ പോർച്ച് പണിയും. കോൺക്രീറ്റിൽ പണിയുന്ന ആ കാർ പോർച്ചിന് ചിലവാകുന്ന കാശുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാം എന്നത് കോമഡിയാണ്. നമ്മുടെ ആളുകളൊക്കെ വീട് പണിയുമ്പോൾ ഒരുപാട് പൈസ വേസ്റ്റ് ആക്കുന്നുണ്ട്. ചെലവ് ചുരുക്കി എന്നാൽ ഏറ്റവും സ്റ്റൈലിഷായി എങ്ങനെ കാർ പോർച്ച് പണിയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തിനാണ് കാർ പോർച്ച് പണിയുന്നത്? നമ്മുടെ വാഹനം മഴ നനയാതെയും വെയിലേക്കാതെയും ഇരിക്കുന്നതിനാണ് നമ്മൾ കാർ പോർച്ച് പണിയുന്നത്. 500 × 350 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കാർ പോർച്ചിന് നൽകുന്ന സാധാരണ അളവ്. ഇത് ഏകദേശം ഒരു 175 സ്ക്വയർ ഫീറ്റ് വരും. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയ്ക്കാണ് നിങ്ങൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാർ പോർച്ച് പണിയാൻ മാത്രം 3.5 ലക്ഷം രൂപയാണ് ചെലവാക്കേണ്ടി വരിക. ഈ കാശിന് ചെറിയൊരു കാറ് വാങ്ങാം. വീട് നിർമ്മിക്കുമ്പോൾ ബാധ്യത വരാതിരിക്കാനും ഇഫക്റ്റീവായി സ്ഥലം ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ചെയ്താൽ ഞങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നതാണ്. നിർമ്മാണ ചെലവ് കുറയ്ക്കാം എന്നു മാത്രമല്ല, വീടിന്റെ വലുപ്പം കൂടുന്നത് മൂലമുള്ള ആഡംബര നികുതി ഒഴിവാക്കാനും വീട്ടിൽ നിന്ന് കുറച്ചു മാറി കാർ പോർച്ച് പണിയണമെന്നോ ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഈ സാങ്കേതിക വിദ്യകൾ സഹായിക്കും. കോൺക്രീറ്റിലല്ലാതെ എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർ പോർച്ചുകൾ പണിയാമെന്നും അതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. 1. പ്രീ എഞ്ചിനീയർഡ് മോഡുലാർ ആർച്ച്. എത്ര വലുപ്പത്തിലുള്ള കാർ പോർച്ച് വേണമെന്ന് പറയുക. 2-3 ദിവസത്തിനുള്ളിൽ പോർച്ച് റെഡിയായി വീട്ടിലെത്തിക്കും. പ്രത്യേക തൂണുകളോ സ്റ്റീൽ ട്രസ്സോ ആവശ്യമില്ലെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കമാൻ ആകൃതിയിൽ വളച്ചെടുത്ത ഗാൽവാല്യൂം ഷീറ്റ് നേരിട്ട് ചുവരിൽ ഉറപ്പിച്ചാണ് ഇത്തരം പോർച്ച് നിർമ്മിക്കുന്നത്. സെൽഫ് സപ്പോർട്ടഡ് ട്രസ്ലെസ് ടെക്നോളജി പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന ഗാൽവാല്യൂം ഷീറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് ട്രസ്സിന്റെയോ തൂണുകളുടെയോ ഒന്നും പിൻബലമില്ലാതെ തന്നെ നിലനിൽക്കാൻ സാധിക്കും. തൂണുകളുടെ ആവശ്യമില്ല എന്നതിനാൽ തന്നെ ചെറിയ സ്ഥലത്ത് പോലും പോർച്ച് പണിയാമെന്നതാണ് പ്രധാന മെച്ചം. 0.8 mm മുതൽ 1.2 mm വരെ കനമുള്ള പ്രീ പെയിന്റഡ് ഗാൽവാല്യൂം ഷീറ്റാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പോർച്ച് പിടിപ്പിച്ചാൽ പിന്നെ പെയിന്റ് അടിക്കുന്നതടക്കം മറ്റു നടപടികളൊന്നും ആവശ്യമില്ല. വളരെ വേഗം നിർമ്മാണം പൂർത്തിയാക്കാം. എന്നുകൂടാതെ മെയിൻ്റനൻസ് ഫ്രീ കൂടിയാണ് പ്രീ എഞ്ചിനീയർഡ് മോഡുലാർ പോർച്ച്. ഷീറ്റ് തുളക്കുവാനായി ചുവരിൽ പിടിപ്പിക്കാനായി നട്ട്, ബോൾട്ട് എന്നിവ ഉപയോഗിക്കുകയോ ചെയ്യാത്തതിനാൽ ചോർച്ചയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. സാധാരണ മെറ്റൽ ഷീറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി മഴവെള്ളം വീഴുമ്പോൾ വലിയ തോതിൽ ശബ്ദമുണ്ടാകുന്ന രീതിയിലാണ് ഇവയുടെ ഡിസൈൻ. സ്ക്വയർ ഫീറ്റിന് 300 മുതൽ 500 രൂപ വരെയാണ് പ്രീ എഞ്ചിനീയർഡ് മോഡുലാർ പോർച്ചിന്റെ നിർമ്മാണ ചെലവ്. അടുത്ത മെറ്റീരിയലാണ് ആർക്കിടെക്ചറൽ ഫാബ്രിക്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ള ആർക്കിടെക്ചറൽ ഫാബ്രിക് ഇപ്പോൾ കേരളത്തിലും എത്തിയിരിക്കുന്നു. കാർ പോർച്ച് നിർമ്മിക്കാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാഴ്ചയിലെ കൗതുകത്തിനൊപ്പം ഭാരക്കുറവും പെട്ടെന്ന് പണിതീർക്കാമെന്നുള്ളതും ആർക്കിടെക്ചറൽ ഫാബ്രിക്കിന്റെ സ്വീകാര്യത കൂട്ടുന്നു. PVC കോട്ടിങ്ങോട് കൂടിയ കട്ടി കൂടിയ ഇനം തുണിയാണ് ആർക്കിടെക്ചറൽ ഫാബ്രിക്. ടെൻസൈൽ ഫാബ്രിക് എന്ന വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുക. വെള്ള നിറമാണ് ആർക്കിടെക്ചറൽ ഫാബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് നിറം. ഇതുകൂടാതെ 30-ലധികം നിറങ്ങളിലും ഒട്ടനവധി ഡിസൈനുകളിലും ഇവ ലഭിക്കും. ഭാരം കുറവായതിനാൽ സ്ട്രക്ചറിന് അധികം പണം ചെലവാക്കണ്ട എന്നതാണ് ആർക്കിടെക്ചറൽ ഫാബ്രിക്കിന്റെ മെച്ചം. ഗാൽവനൈസ്ഡ് സ്റ്റീൽ, പൗഡേർഡ് സ്റ്റീൽ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെലവ് കുറഞ്ഞ സ്ട്രക്ചറിൽ ഇവ പിടിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിക്കുകയും മറ്റും വേണ്ടാത്തതിനാൽ മെയിൻ്റനൻസ് പൊതുവെ എളുപ്പമാണ്. തുരുമ്പിക്കുമെന്ന പേടിയും വേണ്ട. 600 GSM മുതൽ 950 GSM വരെയാണ് ഇതിന്റെ കനം. 2-3 കാർ പാർക്ക് ചെയ്യാൻ പാകത്തിന് വലിയ പോർച്ച് നിർമ്മിക്കാൻ ആവശ്യമായ അളവിൽ വേണമെങ്കിലും ഇവ ലഭിക്കും. 15 വർഷം വരെ ഗ്യാരണ്ടി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചറൽ ഫാബ്രിക് ഉപയോഗിച്ച് കാർ പോർച്ച് നിർമ്മിക്കാൻ ചതുരശ്ര അടിക്ക് 250 രൂപ മുതലാണ് നിർമ്മാണ ചിലവ്. സ്റ്റീൽ സ്ട്രക്ചർ, പണിക്കൂലി എന്നിവയടക്കമാണിത്. അടുത്തതായിട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്, പോളികാർബണേറ്റ് ഷീറ്റ്. ഭാരം വളരെ കുറവാണ് എന്നതാണ് പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചുള്ള മേൽക്കൂരയുടെ സവിശേഷത. മാത്രമല്ല ഇത്തരം ഷീറ്റ് വെളിച്ചം കടത്തിവിടുകയും ചെയ്യും.
ഭാരം കുറവായതിനാൽ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ലളിതമായ സ്ട്രക്ചറിൽ പോളികാർബണേറ്റ് ഷീറ്റ് മേൽക്കൂര പിടിപ്പിക്കാം. തൂണുകൾ ഒഴിവാക്കി കാൻഡിലിവർ രീതിയിലും മേൽക്കൂര നിർമ്മിക്കാൻ സാധിക്കും. 2 mm മുതൽ 20 mm വരെ കനത്തിൽ പോളികാർബണേറ്റ് ഷീറ്റ് ലഭിക്കും. 4 mm വരെ കനമുള്ളത് റോളായാണ് ലഭിക്കുക. 6 മില്ലിമീറ്ററിൽ കൂടുതൽ കനമുള്ളത് ഷീറ്റ് സൈസിൽ ലഭിക്കുന്നു. 4 mm വരെ കനമുള്ള ഷീറ്റ് ഒരു പരിധി വരെ വളയ്ക്കാൻ കഴിയും. സ്ക്രൂ, നട്ട്, ബോൾട്ട് എന്നിവയൊന്നും ഉപയോഗിക്കാതെ ടോപ്പ് ആൻഡ് ബോട്ടം പ്രൊഫൈൽ ഉപയോഗിച്ചാണ് ഷീറ്റ് ഫ്രെയിമിൽ ഉപയോഗിക്കുന്നത്. ഗ്ലാസ് പോലെ തോന്നിക്കുന്ന പ്ലെയിൻ ഡിസൈനിലും പല നിറങ്ങളിലും പോളികാർബണേറ്റ് ഷീറ്റ് ലഭിക്കും. വെളിച്ചത്തിനൊപ്പം ചൂട് കടത്തിവിടുമെന്നതാണ് ഒരു പോരായ്മ. ചൂട് കടത്തിവിടാത്ത തരം പോളികാർബണേറ്റ് ഷീറ്റുകളും ഇന്ന് ലഭ്യമാണ്. അതിന് അല്പം വില കൂടുതലാണ്. സാധാരണ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിക്കാൻ ചതുരശ്രയടിക്ക് 150 രൂപ മുതലാണ് ചിലവ്. ട്രസ്, ഷീറ്റ്, പണിക്കൂലി എന്നിവയെല്ലാം ഉൾപ്പെടുന്ന നിരക്കാണിത്. ട്രഡീഷണൽ ടൈപ്പ് വീട് നിർമ്മിക്കണം എന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാർ പോർച്ചുകളൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ളവരാണ് പൊതുവെ കോൺക്രീറ്റ് ടൈപ്പ് ഓഫ് കാർ പോർച്ചിൻ്റെ പുറകെ പോകുന്നത്. എന്നാൽ അവർക്കും ഒരു ഓപ്ഷനുണ്ട്. അതാണ് ഓട്, മെറ്റൽ ഷീറ്റ്, ഷ്രിങ്കിൾസ് തുടങ്ങിയവ. സ്റ്റീൽ തൂണുകളും ട്രസ്സും നൽകിയ ശേഷം അതിന് മുകളിൽ ഓടോ മെറ്റൽ ഷീറ്റോ മേഞ്ഞും പോർച്ച് നിർമ്മിക്കാം. പുതുമ വേണമെന്നുള്ളവർക്ക് ഷ്രിങ്കിൾസോ സ്റ്റോൺ കോട്ടഡ് മെറ്റൽ ഷീറ്റോ മേയുകയും ആവാം. സാധാരണ കളിമൺ ഓട് മേയുന്നതിന് ചതുരശ്ര അടിക്ക് 170 രൂപ മുതലാണ് ചിലവ്. നിറമുള്ള സിറാമിക് ഓട് മേയാൻ ചതുരശ്ര അടിക്ക് 185 രൂപ മുതൽ ചിലവാകും. തൂണുകൾ, ട്രസ്, ഓടിൻ്റെ വില, പണിക്കൂലി എന്നിവയെല്ലാം അടക്കമാണ്. ചതുരശ്ര അടിക്ക് 275 രൂപ മുതലാണ് ഷ്രിങ്കിൾസ് മേയാനുള്ള ഏകദേശ ചെലവ്. റൂഫിങ്ങിലെ പുതുമയായ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് മേയാൻ ചതുരശ്ര അടിക്ക് 250 രൂപ മുതലാണ് ചെലവ്. ഷ്രിങ്കിൾസിന് പകരം അവിടെ സോളാർ പാനൽ നൽകിയും കാർ പോർച്ച് നിർമ്മിക്കാവുന്നതാണ്. കാർ പോർച്ചിൻ്റെ ഭംഗിക്കോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അതിൽ നിന്ന് പണം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് ഇത്തരത്തിലുള്ള കാർ പോർച്ചിൻ്റെ അഡ്വാൻറ്റേജാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാർ പോർച്ചുകൾ നിർമ്മിക്കുമ്പോൾ പ്രധാനമായും വെയിൽ കിട്ടുന്ന സ്ഥലത്താണോ നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സോളാർ പാനലിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പൈസ വേസ്റ്റ് ആകും. സോളാർ പാനൽ എപ്പോഴും വയ്ക്കുമ്പോൾ വീട്ടിലെ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഏരിയയിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. നോർമലിയുള്ള GA ഷീറ്റുകളൊക്കെ കാലക്രമേണ തുരുമ്പെടുത്ത് നശിച്ചു പോകും. പിന്നെ പോളികാർബണേറ്റ് ഷീറ്റുകളും കുറേ നാൾ കഴിയുമ്പോൾ ഡിം ആവാനും കീറാനും ഒക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടിട്ട് ആളുകൾ കൂടുതലും ഇപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളുടെ കാർ പോർച്ചിന് യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ടഫ് ആൻഡ് ഗ്ലാസ് ആണെന്ന് പറയാം. ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ ആവശ്യകത ഉയർന്നതനുസരിച്ച് തന്നെ ഇതിൻ്റെ വില ഇപ്പോൾ മാർക്കറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പർഗോളയോട് ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ടഫ് ആൻഡ് ഗ്ലാസും കൂടി അറ്റാച്ച് ചെയ്ത് കാർ പോർച്ച്, ബാൽക്കണി തുടങ്ങിയവ നിർമ്മിക്കാറുണ്ട്. 2 ടൈപ്പ് ആളുകളുണ്ടല്ലോ. അവർക്ക് കുറച്ച് പേർക്ക് കൂടുതലും ലൈറ്റ് കാർ പോർച്ചിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മറ്റു ചിലർ പറയുന്നു ചൂട് കൂടുതലാണ്, കാർ പോർച്ചിലേക്ക് അത്രയ്ക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ എലമെൻറ്റ് നമ്മളുടെ ഈ ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ മേലെ ഒട്ടിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ മേലെ നിങ്ങൾക്ക് ചിത്രപ്പണികളൊക്കെ ചെയ്ത് മനോഹരമാക്കാവുന്നതാണ്. ഇതൊക്കെ കൂടാതെ ഡിസൈനറിൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് പുതിയ തരം ഡിസൈനുകളും കാർ പോർച്ചിൽ വന്നിട്ടുണ്ട്. വീടിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന, വീടിൻ്റെ ഡിസൈനുമായി തീരെ യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഡിസൈനുകളാണിത്. ഡിസൈനറുടെ മനോധർമ്മം അനുസരിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള കാർ പോർച്ചുകളും ഇന്ന് നിർമ്മിക്കാവുന്നതാണ്. CNG കട്ടിംഗ്, പിന്നെ ടെറോക്കോട്ട, ക്രാസി തുടങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചും കാർ പോർച്ച് നിർമ്മിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ വീട് വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ ചിലവ് കുറച്ച് ആണ് നിർമ്മിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ട്സ് ഐയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകളും ചെയ്തു കൊടുക്കുന്നതാണ്. വിദഗ്ധമായ രീതിയിൽ നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ആർക്കിടെക്റ്റിൻ്റെയും എഞ്ചിനീയറിൻ്റെയും സേവനം നിങ്ങൾക്ക് ആർക്കിടെക്ട്സ് ഐയിൽ ലഭ്യമാണ്. കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.